ലോട്ടറി കച്ചവടം നടത്തി ഉപജീവനം കഴിയുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ആ ലോട്ടറി കച്ചവടം നടത്തി ഉപജീവനം കഴിയുന്ന ആളെ പറ്റിച്ചാലുണ്ടാകുന്ന അവസ്ഥ, അതും പ്രത്യേകിച്ച് ഒരു അംഗവൈകല്യം ബാധിച്ച ഒരാളെ അയാളെ കബളിപ്പിച്ച് പണം വാങ്ങി പോകുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത്. നമുക്ക് ശങ്കറിനോട് തന്നെ ചോദിക്കാം. ശങ്കർ, എന്തായിരുന്നു സംഭവം? രാവിലെ ഞാൻ ഇപ്പുറത്തെ റോഡ് ക്രോസ് ചെയ്ത് മെഡിക്കൽ സ്റ്റോറിലെ ഗുളിക മേടിക്കാൻ പോയതാണ്. ഗുളിക മേടിച്ച് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ വന്ന് ഇന്നത്തെ ടിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എടുത്ത് കൊടുത്ത് ഓരോ ടിക്കറ്റ് എടുത്ത് 40 രൂപ തന്നെ ഇന്നലത്തെ ടിക്കറ്റ് ഉണ്ട്, റിസൾട്ട് ഉണ്ടാകുന്ന അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് റിസൾട്ടെല്ലാം കാണിച്ച് അപ്പോൾ ടിക്കറ്റ് കൊടുത്ത ആൾ 7069 നമ്പർ അവിടെ നിന്നുണ്ട്. അപ്പോൾ 2000-ൻ്റെ അടി ഉണ്ടായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ ടിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് പക്ഷേ പ്രൈസ് ഇല്ല, നമ്പർ മാറ്റി ഒട്ടിച്ചിട്ടുണ്ട്. ഈ നമ്പർ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. 3 പ്ലേസിലെ നമ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ ഇവിടെ കണ്ടില്ലേ, ഈ ലോട്ടറി ടിക്കറ്റിനകത്ത് 59, 70, 69, 70-69-ന് 2000 രൂപ അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ടിക്കറ്റിൻ്റെ പല ഇടങ്ങളിലായിട്ടാണ് ഈ നമ്പറുള്ളത്. നമുക്ക് ആ നമ്പർ കാണിച്ചു തരാം. 1, 2, 3, 4 ഈ 4 സ്ഥലത്തും കൃത്യമായ രീതിയിൽ 70, 69 എന്ന ആ നമ്പർ, അതായത് 70, 79 ടിക്കറ്റ്. പക്ഷേ അതിന് പകരം ഈ 6 എന്ന ഈ സംഖ്യ അത് കൃത്രിമമായ രീതിയിൽ ഒട്ടിച്ച് വെച്ചേക്കാണ്. അങ്ങനെ ഒട്ടിച്ച് വെച്ച് ഇദ്ദേഹത്തിന് കൊണ്ടുവന്ന് തന്നല്ലേ? തന്നിട്ട് 100 രൂപ ചായ കുടിച്ചാൽ പൈസ കൊടുത്ത് ബാക്കി പൈസ മേടിച്ച് 15 ടിക്കറ്റ് എടുത്ത് ബാക്കി പൈസ മേടിച്ചിട്ട് പോയി. അപ്പോൾ ഏകദേശം 1400 രൂപ നഷ്ടപ്പെട്ടു. 400 രൂപ നഷ്ടപ്പെട്ടു. ടിക്കറ്റും പോയി. എത്ര മണിയോടുകൂടി ഈ സംഭവം? ഈ രാവിലെ 10-10:30 മണി ഉണ്ടാവും. ശങ്കറിൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ ഭാര്യയുണ്ട്, 2 പിള്ളേരുണ്ട്. നാട്ടിലാണോ? നാട്ടിലെ മോള് പഠിപ്പാനുണ്ട്. മോന് ഇപ്പോൾ ചെറിയാണ്, 7 വയസ്സ്, LKG. ഈ ലോട്ടറി കച്ചവടം നടത്തി വേണം ജീവിക്കാനല്ലേ? ലോട്ടറി കച്ചവടം നടത്തി ഡെയിലി 300 രൂപ വീട്ടിലേക്ക് ഫോൺ പേ ആക്കണം. ബാക്കി പൈസ എന്താ ചെലവ. മറ്റേ ആൾക്കാർക്ക് ഇങ്ങനെ അല്ല ചെയ്യരുത്. പ്രായമുള്ള ആളുകൾ നടന്ന് ടിക്കറ്റ് കച്ചവടം ചെയ്യുന്നല്ലേ, എന്താ എത്ര പേര് അങ്ങനെ ആയിട്ടുണ്ട്. ചേട്ടൻ ഉണ്ടായിരുന്നല്ലേ ഇവിടെ ആ സമയത്ത്? ഞാൻ സമയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പോയ സമയത്തായിരുന്നു. അത് നമുക്കൊന്നും കാണാനൊന്നും പറ്റിയില്ല. ആളിനെ. ഇവിടെ താമസം ഇയാൾ ബസ്സിലാണ് കിടപ്പൊക്കെ കലൂര്. ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് ആ ബസ്സിലാണ് കിടക്കുന്നത്. റൂമിൽ നിന്ന് എടുക്കാൻ പൈസ ഒന്നും ഇല്ല പുള്ളിയുടെ. എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ കണ്ട് ഈ ശങ്കറിന് ഇത്തരത്തിൽ വലിയൊരു നഷ്ടം വരുത്തി വെച്ച ആരായാലും അവരെ പിടിക്കാനുള്ള ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകട്ടെ. വിനു പാമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.